ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള വെബിനാറുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നോ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. സൈക്കോ തെറാപ്പിയുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 15-ലധികം സൈക്കോ തെറാപ്പികൾ നമ്മൾ സൗജന്യമായി തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിസാവ് സാറിന്റെ നേതൃത്വത്തിലായിട്ട് ഒത്തിരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈക്കോ തെറാപ്പികൾ പരിചയപ്പെടുക, അത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി സീരീസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇതിൽ ഏറെക്കുറെ ആളുകളും CBTയുടെ 5 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരായിരിക്കും. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് CBTയുടെ 5 days വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെ നമുക്ക് CBTയുടെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതിനോടനുബന്ധിച്ച് തന്നെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ, SFBT ആവട്ടെ, REBT ആവട്ടെ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മറ്റൊരു തെറാപ്പി നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ആ തെറാപ്പി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ബ്രീഫ് സൈക്കോ ഡൈനാമിക് തെറാപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ CBTയുടെ 5 days വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഒത്തിരി ആളുകൾ CBTയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം, അത് നിസാവ് സാറിന്റെ കീഴിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് 2 മാസത്തെ CBTയുടെ ഒരു കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസത്തെ CBT കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറെ ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ CBT നേരത്തെ ചെയ്ത 5 days വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അറിയിക്കുക. അതേപോലെ തന്നെ CBTയുടെ 5 days വർക്ക്ഷോപ്പ് നമ്മൾ തിങ്കളാഴ്ച മുതൽ 13ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആർക്കെങ്കിലും CBT കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാം. കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഫീല് തെറാപ്പികളും കൗൺസിലിങ്ങും ഒക്കെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം. ആ രീതിയിൽ തന്നെ CBT മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പി, അതേപോലെ തന്നെ ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത മാസം മുതൽ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ എന്നുള്ള ഒരു 6 മാസത്തെ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം അതുകൂടി ഇവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പം എന്തായിരുന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിരന്തരമായിട്ട് വരികയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു തീർച്ചയായിട്ടും ഡിപ്ലോമ കോഴ്സിന്റെ ഡീറ്റെയിലുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 1 month കോഴ്സ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ മാനേജ്മെന്റ് കോഴ്സ് ആണെങ്കിൽ പോലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കുട്ടിയെ നൽകി അസസ്മെന്റ് എടുത്ത് അവർക്ക് റെമഡിയേഷൻ കംപ്ലീറ്റ് 10 ദിവസം റെമഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു കംപ്ലീഷൻ നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ആ രീതിയിലാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ആസ്കിങ് ദേവി കൃഷ്ണ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നിരന്തരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് അഹമ്മദ് കുട്ടി സാർ, സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. സാറാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. കാലിക്കറ്റ് സ്വദേശിയാണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ സാറിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും
ഈ ഒരു പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാവ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ സെഷന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെഷന്റെ PPT നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം, സ്നേഹം. ഓവർ ടു നിസാവ് സർ. നിസാവ് സർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹലോ, നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാരും ഇപ്പോ ഇവിടെ എന്താ പറയാ, ഇപ്പൊ വെക്കേഷന്റെ സമയം തുടങ്ങിയല്ലോ അല്ലെ? എല്ലാരും വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഒന്ന് പറയണേ. അപ്പോ നമുക്ക് ഈ തെറാപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് തന്നെ പോവാം. ഈ ഒരു സൈക്കോ ഡൈനാമിക് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മള് സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി പറയാത്ത കേൾക്കാത്ത ഒരു പുസ്തകം ഉണ്ടാവാറില്ല. അപ്പൊ ഈ ഒരു ബ്രീഫ് സൈക്കോ ഡൈനാമിക്കും സൈക്കോ സെക്ഷൽ തെറാപ്പിയൊക്കെയാണ് സിഗ്മണ്ട് ഒന്ന് പറയാൻ പറ്റും. ബ്രീഫ് സൈക്കോ ഡൈനാമിക്കും അതേപോലെ സൈക്കോ ഡൈനാമിക് തിയറിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേട്ടറിവുള്ള ആളുകൾ എന്തായാലും പറഞ്ഞോളൂ. ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസങ്ങൾ ലാസ്റ്റിലേക്ക് മനസ്സിലാവും. ആരും പറയാത്തത് കൊണ്ട് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ അല്ലേ? നമുക്ക് തെറാപ്പിയിലേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള തെറാപ്പി തന്നെയാണ് സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ആ കേട്ടിട്ടുള്ള തെറാപ്പിന്റെ ചില വ്യത്യാസങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെതല്ല ഇത്. അതായത് പീറ്റർ ഷിഫ്നസ് എന്ന് പറയുന്നുള്ള ഒരാൾ സൈക്കാട്രിസ്റ്റ് ആണ് ഈ ഒരു ബ്രീഫ് സൈക്കോ ഡൈനാമിക് തെറാപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം വളരെയധികം ഈ സൈക്കോ ഡൈനാമിക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലത്തൊക്കെ തന്നെയാണ്, ആ സമയത്ത് തന്നെയാണ് 1902 ആ സമയത്ത് തന്നെയാണ് ഈ തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ ഒരു തെറാപ്പി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അത്ര ഡീപ്പായിട്ട് പോയിട്ടില്ല. പക്ഷെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നത് ടൈം തന്നെയാണ്, ലോങ് ടേം തന്നെയാണ്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തെറാപ്പിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അത് വളരെയധികം വർഷത്തോളം, 1.5 വർഷത്തോളം, 2 വർഷത്തോളം ഒരു ക്ലയന്റിനെയും കൊണ്ട് അങ്ങനെ പോവാണ്. അതേ സമയത്ത് ഈ ഒരു ബ്രീഫ് സൈക്കോ ഡൈനാമിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു തെറാപ്പിയുടെ അടിസ്ഥാന സെഷന്റെ കണക്ക് നോക്കുമ്പോൾ 26 to 40 സെഷൻസ് ആണ് ഈ ഒരു തെറാപ്പിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ മെയിനായിട്ട് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ടൈം തന്നെയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ നല്ല രീതിയിലേക്ക് അവർക്ക് നല്ലൊരു പുതിയൊരു ജേണി അല്ലെ പുതിയൊരു ലൈഫിലേക്ക് ഉണ്ടായി കൊടുക്കുക എന്നുള്ളത്. അപ്പോ കുറഞ്ഞ സമയം എന്ന് പറയുന്ന പലപ്പോഴും ആളുകൾ നിലവിലെ പ്രശ്നങ്ങൾ അവര് അഭിസംബോധന ചെയ്യാൻ, നമ്മൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാനും അല്ലെ മറ്റു തരത്തിൽ അവരെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അവരെ നമ്മൾ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയാൻ പ്രോത്സാഹിപ്പിക്കാനും അവരെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള പ്രധാനമായിട്ട് 3 കണ്ടന്റുകളാണ് ഉള്ളത്: കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത് അൺകോൺഷ്യസ് മൈൻഡാണ്. അവരുടെ അവബോധ മനസ്സിൽ ഉള്ളിൽ കിടക്കുന്ന ചില പ്രയാസങ്ങൾ, അവരുടെ പ്രക്രിയ ഉള്ളിൽ കിടക്കുന്ന എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞുള്ള അനുഭവങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രീഫ് സൈക്കോ ഡൈനാമിക് തെറാപ്പിയിൽ നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ ഏകദേശം എല്ലാ തെറാപ്പിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു തെറാപ്പിക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റ് ചികിത്സാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണയായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നത്തിനെ നേരിടുക, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ പറയുന്ന ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്.
അപ്പൊ നിലവിൽ അയാൾ എന്ത് പ്രശ്നമാണ് അനുഭവിക്കുന്നത്, അയാൾ ആ പ്രശ്നം എന്തൊക്കെ അയാളുടെ ലൈഫിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പറയുന്നത് കൂടുതലായിട്ട് അയാൾ ചികഞ്ഞ് നമ്മളൊരു എന്താണ് ഒരു CID പോലെ അന്വേഷണം നടത്തിയൊക്കെ പകരം അയാൾ എന്താണോ പ്രശ്നം പറഞ്ഞിട്ടുള്ളത് അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഓരോ സെഷനിൽ എന്താണ് എല്ലാ ആഴ്ചയും 2-3 സെഷൻ മറ്റുള്ള തെറാപ്പികളെ നടത്തണമെന്നില്ല. അയാൾ എപ്പോഴാണ് ഒരു പ്രശ്നം അയാൾക്ക് വരുന്നിട്ടുള്ളത് ആ പ്രശ്നം ആ സമയത്ത് അയാൾക്ക് തോന്നുകയാണ് എനിക്കൊരു കൗൺസിലിംഗ് വേണം, എനിക്ക് ഒരാളടുത്ത് പോകണം, ആ സമയത്ത് എന്താണെങ്കിലും ഈ ഒരു തെറാപ്പി നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതാണ് ഒരു ബ്രീഫ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാക്സിമം എന്താണ് ഒരു 10 to 20 നോർമലായിട്ട് എടുക്കാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ എന്താണ് ഒരു തെറാപ്പിയാണ്, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഒരു സെഷൻ മതി, ആ രീതിയിലൊക്കെ എന്താണ് ഒരു ക്ലയന്റിന്റെ പ്രശ്നം എത്രത്തോളം നിൽക്കുന്നുണ്ട് അയാൾക്ക് ഒരു കൗൺസിലിംഗ് വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞു പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കാട്രിസ്റ്റ്, അതിനുശേഷം മിൽട്ടൺ എറിക്സൺ ആൻഡ് റിച്ചാർഡ് ബാഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരും എന്താണ് പിന്നീട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ NLP, ഹിപ്നോട്ടിസം എന്നിട്ടുള്ള പല മേഖലകൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ബ്രീഫ് തെറാപ്പിയുടെ ഒരുപാട് തിയററ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള NLPയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ NLP, ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അതായത് ഉള്ളിൽ നടക്കുന്ന ഒരാളുടെ പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതായത് മുമ്പിൽ എന്തെങ്കിലും ചെറുപ്പകാലത്ത് നടന്നിട്ട് മുൻപ് എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളും ചില സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സങ്കടം ഇപ്പൊ അടുത്ത കാലത്ത് ഒരാളെ NLP ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാളെ പിന്നെ എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാൾ അൺകോൺഷ്യസ് ഉള്ളിൽ കിടക്കുന്ന പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മുമ്പിൽ വേറെ ഒരാളെ നിർത്തിയിട്ട് അയാൾ പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ ആരെയാണ് തോന്നിക്കുന്നത് എന്ന്. അപ്പൊ ആ രീതിയിൽ ഉള്ളിൽ എന്താണ് അവർ പ്രയാസങ്ങൾ ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ എന്താണ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു NLPന്റെ ഒരു പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഇത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തെറാപ്പിയിലേക്ക് തന്നെ പോവാം. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒന്ന് അറിയിക്കട്ടോ. ചെറിയ പ്രശ്നങ്ങൾ, ഇവിടെ കറണ്ട് ഇല്ല, ഇത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോ ചിലപ്പോൾ കട്ടായി പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ മൊബൈലിൽ വരുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ചികിത്സ ഈ ഒരു തെറാപ്പിയെ കുറിച്ച് നമ്മൾ പ്രശ്നം വന്നു, അയാൾക്ക് നേരിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, അയാൾ കാര്യങ്ങൾ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് എന്താണ് അയാളെ പൂർണ്ണമായിട്ടും അയാളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാര്യങ്ങൾ പറയാൻ, നമ്മളോട് കാര്യങ്ങൾ പറയാൻ നാച്ചുറൽ ആയിട്ട് ചില റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ള. നാച്ചുറൽ ആയിട്ട് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അത് പ്രധാനമായിട്ട് ഇപ്പൊ അയാളെ കൂടെ നിന്ന് നമുക്ക് ഒന്ന് ആ ഒരു ഹാളിൽ വെച്ച് അല്ലെങ്കിൽ ആ ക്ലിനിക്കിൽ വെച്ച് അയാളെ കൈ പിടിച്ചൊന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ ഈ ഒരു തെറാപ്പിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്ന പ്രകൃതി, അല്ലെങ്കിൽ അയാളുടെ സ്വന്തത്തോടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ചുറ്റുപാടുകളുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തോടുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെ ജോലിയോട് വിദ്യാഭ്യാസത്തോടുള്ള അറ്റ്ലീസ്റ്റ് ഫോർ ഈ ഒരു തെറാപ്പി നമ്മളോടുള്ള കാഴ്ചപ്പാടുകൾ വരെ വേണമെങ്കിൽ അയാളൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അയാളോട് ചോദിക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു തെറാപ്പി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം പല കേസുകളും നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു തെറാപ്പി നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പല ആളുകൾക്കും എന്താണ് നമ്മളടുത്ത് വരുന്നത് തന്നെ എന്താണ് പെട്ടെന്ന് നമ്മളടുത്ത് വരിക, പെട്ടെന്ന് തന്നെ എന്താണ് ചികിത്സിച്ച് മാറ്റുക എന്നുള്ള ആ രീതിയിലായിരിക്കും ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരിക. അപ്പോ കുറഞ്ഞ സമയത്ത് എന്താണ് സിംറ്റംസുകൾ നമ്മൾ ഏതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്താണ് അവരെ പൂർണ്ണമായി ഒരു പ്രശ്നത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ചിലപ്പോ നമ്മൾ സാധാരണ CBTയിലും DBTയിലും ഒക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കും, മുമ്പ് അയാൾ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇവിടെ അതൊന്നും ആവശ്യമില്ല. ആ ഒരു ചെറുപ്പകാലത്ത് ചിലപ്പോൾ വേണമെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു തെറാപ്പി നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിലവിൽ അയാൾ എന്ത് പ്രശ്നമാണുള്ളത്, അതിന് ആ പ്രശ്നത്തിൽ അയാൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അയാൾ ആ ഉള്ളിലെ അൺകോൺഷ്യസ് മൈൻഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ പ്രയാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ചില സവിശേഷതകളുണ്ട്. ഈ ഒരു തെറാപ്പിക്ക് കുറെ സവിശേഷതകളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു തെറാപ്പി സെഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആഴത്തിലുള്ള ചോദ്യം. ഒരാഴത്തിലുള്ള ചോദ്യം നമുക്ക് ചിലപ്പോൾ ആ ക്ലയന്റിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവും.
അപ്പൊ നമ്മൾ എന്താണ് കുത്തി ചോദിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കുത്തി ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്താ ആളൊന്ന് കൂടുതലായിട്ട് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി പല ചോദ്യങ്ങൾ അയാൾ ചോദിക്കും. അപ്പൊ ഈ ഒരു തെറാപ്പിക്ക് എന്താണ് അയാൾ പൂർണ്ണമായിട്ടും എന്താണ് ഒരു ആഴത്തിലേക്കുള്ള ചോദ്യം, നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കഴിഞ്ഞുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അയാളെ കുടുംബത്തിന്റെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ കാര്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ എന്താണ് അത് അയാളെ ഒരു ഓപ്പൺ അപ്പ് ആവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പൊ എന്താണ് ഇങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ അയാൾ ക്ലയന്റ് ചിന്തിക്കും, ഞാൻ ആഴത്തിൽ, അതായത് എന്റെ മുന്നിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മനസ്സ് തുറന്ന് ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇവിടെ ഒരു മോശക്കാരനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ക്ലയന്റ് അവിടെ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കില്ല. അപ്പോ നോർമൽ ആയിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ പ്രശ്നം ഇതാണ്, ആ പ്രശ്നത്തിൽ എപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, ആ രീതിയിലായിരിക്കും നമ്മുടെ ഒരു ടോക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ചെറിയ ചെറിയൊരു സമയത്തിനുള്ളിലാണ് അവർക്ക് ഒരു 20-40-7 നമ്മൾ പറഞ്ഞിട്ടില്ലേ, 20-40 ഒരു സെഷൻ എന്ന് പറഞ്ഞു. അത് വളരെ കേൾക്കുമ്പോൾ തന്നെ സൈക്കോഡൈനമ കേൾക്കുമ്പോൾ തന്നെ വർഷം എന്നുള്ളതാണ് ക്ലയന്റ്. പക്ഷെ അതിലൊന്നും ബ്രീഫായിട്ട് ഒരു 40 സെഷൻ ഒന്നും ആളുകൾ ഉണ്ടാവില്ല ആ സെഷന്. അപ്പൊ എന്താണ് എപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഒരു ക്ലയന്റ് വന്നു, ആദ്യ സെഷൻ കഴിഞ്ഞു, എന്നിട്ട് അയാൾ പറയും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അടുത്ത സെഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് ഇനി അടുത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് വന്നാൽ, നിങ്ങൾക്ക് വൈകാരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അടുത്ത സെഷൻ. ആ സെഷൻ എന്താണ് അയാൾക്ക് തന്നെ തോന്നണം, എനിക്കൊരു സെഷൻ വേണം, എനിക്ക് അടുത്തതിലേക്ക് സെഷൻ വേണം എന്നുള്ള ആ തോട്ട് ഉണ്ടെങ്കിൽ മാത്രം അവരെ നിർബന്ധിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ അടുത്തതിൽ ചിലത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഇവരുടെ ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന കുറെ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ ഫാമിലി റിലേഷനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോ അവിടെയൊക്കെ എന്താണ് അവർക്ക് നിരന്തരമായിട്ട് ഉണ്ടാവുന്ന ചില പ്രയാസങ്ങളായിരിക്കും. അപ്പോ അവർക്ക് ഉണ്ടാവുന്ന ചില മനോഭാവങ്ങൾ, പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല, ചിലർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ എന്താണ് അവർക്ക് ഈ ഒരു തിരിച്ചറിവ്, അവരുടെ പെരുമാറ്റം, അവരുടെ മനോഭാവങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ക്ലയന്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ത് തെറാപ്പി ആണെങ്കിലും ഏത് സെഷൻ ആണെങ്കിലും കൊടുക്കുന്നത്, എന്ത് പരിഹാരമാണ് അവർക്ക് കൊടുക്കുന്നത്, ഇത് ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ, അല്ലെങ്കിൽ അയാളെ മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെയാണ് അടുത്തത് ആക്ടിവിറ്റി ലെവൽ ഓഫ് തെറാപ്പിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ചികിത്സയുടെ ദിശ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ദിശ മനസ്സിലാക്കുക എന്നുള്ള ഈ ഒരു ക്ലയന്റിന്റെ പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നതിൽ നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം ജേണൽ എഴുതിക്കോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീപ് ബ്രീത്തിങ് എടുത്തോളൂ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകൾ കുറച്ച് സോഷ്യലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പോവുക, ഇതൊക്കെ ഒന്ന് സാധാരണ കൗൺസിലിംഗ് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലപ്പുറം എന്താണ് അയാൾക്ക് നമ്മളെ ഒരു ഇടപെടൽ അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. കാരണം അയാൾക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചിലപ്പോ ജീവിതത്തിൽ അയാൾക്ക് ഒരു മുമ്പ് പല സാഹചര്യത്തിലും അയാളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും പറയാനൊരു ഇതുണ്ടായിരിക്കില്ല. അപ്പോ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അയാൾ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നത് എന്നെ കേൾക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ എന്താക്കണം, നമ്മളെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ മാറണം. അവരെ കേൾക്കാൻ തയ്യാറായി നിൽക്കണം, അവരെ പ്രയാസങ്ങൾ കൂടുതൽ നമ്മൾ മനസ്സിലാവുന്ന തരത്തിലാക്കണം. അപ്പോ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി ലെവലിൽ നമ്മൾ പോകുമ്പോൾ അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഈ ഒരു ആക്ടിവിറ്റി ലെവലിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ക്ലയന്റിന് നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ആ ക്ലയന്റുമായി പിന്നെ പ്രസന്റില് യെസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല, ഇല്ലായിരുന്നു സാറേ, നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നമാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. എല്ലാവർക്കും പ്രശ്നം ഒന്ന് അറിയിക്കണം എന്നാൽ. ഓക്കെ. അപ്പോ ഈ ഒരു ആക്ടിവ് ലെവലിലേക്ക് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജസ്റ്റ്
ഓക്കെ. അപ്പോ ഈ ഒരു ആക്ടിവിറ്റി ലെവലിൽ നമ്മൾക്ക് പറയുന്ന ശ്രദ്ധിക്കേണ്ട തെറാപ്പിസ്റ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ ഇടപെടലുകൾ നടത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അയാള് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അയാള് നമ്മളൊരു നല്ലൊരു സുഹൃത്തായി കണ്ടു, അയാളെ കേൾക്കാൻ പറ്റിയ ഒരു കണ്ടെത്തൽ, അയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി, ഓക്കെ, അയാള് നമ്മളൊരു സെഷൻ കഴിഞ്ഞു പോയി. അപ്പോ ആ സമയത്ത് നമുക്ക് വീണ്ടും ആ ക്ലയന്റിനെ തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നമ്മൾ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് അടുത്ത സെഷൻ വേണ്ടത്, പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ നിന്ന് ഈ പഴയ അവസ്ഥയിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ച് വരുത്തണോ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് നമുക്ക് അവരോട് സംസാരിക്കണം. അപ്പോൾ ഇത് ആക്ടിവിറ്റി ലെവൽ നമ്മുടെ തെറാപ്പിസ്റ്റിന്റെ ഏറ്റവും ക്വാളിറ്റി എന്താണ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെഷനാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ ഒരു ക്ലയന്റിന്റെ ഒരു ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാണ് മാറുന്നത്? അതായത് തെറാപ്പിസ്റ്റ്, അതായത് നമ്മൾ ഒരു സെഷൻ നടക്കുന്ന ഇടയിൽ അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി അവൾ കേൾക്കാൻ തയ്യാറാണോ, അവർ വീട്ടിൽ പോയി ചെയ്യാൻ തയ്യാറാണോ, ചെയ്യുന്നുള്ളോ എന്നുള്ളതല്ല. അവര് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ സെഷന് വന്നു പോകുന്നതിനിടയ്ക്കും അടുത്ത വരാനിരിക്കുന്ന സെഷനിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ പൂർണ്ണമായും കേൾക്കാനും അത് അനുസരിക്കാനും ഒക്കെ എന്താണ് ചെയ്യാൻ അവർ തയ്യാറാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഉദാഹരണം ഹോംവർക്ക് തന്നെ, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കുക, നിങ്ങളൊരു ഹോംവർക്ക് വീട്ടിലേക്ക് കൊടുക്കുകയാണ്, എന്തുമായിരിക്കും, എന്ത് ആക്ടിവിറ്റി, അപ്പൊ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ സാധാരണ അത് നിങ്ങൾ ചെയ്തോളി എന്നുള്ളതാ പറയാം, ഇതൊക്കെ ഒന്ന് ചെയ്താൽ മതി. പക്ഷെ ഈ ഒരു തെറാപ്പിന്റെ ലെവലിൽ നമ്മൾ പറഞ്ഞ് അവർ ചോദിക്കണം, നിങ്ങൾക്ക് വില്ലിങ് ആണോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണോ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ഇത് തന്നെയാണോ, ഈ പറഞ്ഞിട്ട കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ആ ക്ലയന്റിനോട് നമ്മൾ അത് പൂർണ്ണമായിട്ട് ചോദിക്കണം. അതെന്താണ്, എപ്പോഴും ഒരു തെറാപ്പിന്റെ ഒരു സെഷൻ എന്നത് ഷോർട്ട് ടേം ആയിരിക്കും. സാധാരണ ഒരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറുള്ള സെഷൻ വേണമെങ്കിൽ ഒരു 35-40 മിനിറ്റ് മതി. അയാളെ പ്രശ്നം ഡയറക്റ്റ് ആയിട്ട് കേൾക്കുക, എന്നിട്ട് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രശ്നത്തിന്റെ ഒരു വശത്തിലേക്ക് കൂടെ മാത്രം അയാളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ക്ലയന്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ക്ലയന്റ് സെലക്ഷനിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ ഒരു ക്ലയന്റിനെ ഒരു തെറാപ്പി സെഷനിൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പ്രശ്നത്തിന്റെ ഗൗരവമാണ് ഈ ഒരു ക്ലയന്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു ക്ലയന്റിന്റെ ഒരു പ്രശ്നത്തിന്റെ ആ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എന്താണ് ഈ ഒരു ക്ലയന്റിന് ലക്ഷ്യബോധമുള്ള ഒരാളാണോ, ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും ചിന്തയുള്ളതാണോ, അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയാണോ ലൈഫിലുള്ളത്, അതേപോലെ തന്നെ അയാളെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള സ്ട്രെസ് ലെവൽ എത്രയാണ്. അതായത് ഇപ്പം നിലവിൽ അയാൾ നോർമലായി ചിലപ്പോൾ സ്ട്രെസ് ലെവൽ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ അയാളെ അപബോധ മനസ്സിൽ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സ്ട്രെസ് ലെവൽ നമുക്ക് സാധാരണയായിട്ട് ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് ആ സ്ട്രെസ് ലെവൽ ഇല്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അയാളോട് അന്വേഷിക്കാൻ നമ്മൾ ഒരു അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തെറാപ്പി സെഷന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് അയാളിൽ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. അതേപോലെ ഒരു സഹകരണം നമ്മൾ കൊടുക്കുന്ന എന്ത് ഒരു കാര്യത്തിനും അയാൾ തയ്യാറാണോ എന്നുള്ളത്. അപ്പോ ഇതിൽ ക്ലയന്റ് സെലക്ഷന് നമ്മൾ ഈ ഒരു ബ്രീഫ് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ MSc റിപ്പോർട്ട് എടുക്കുന്നു, അതിന് കുറച്ച് ഒക്കെ എടുക്കുക. പക്ഷെ ബ്രീഫ് തെറാപ്പിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്ലിനിക്കൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ നടത്തും. അതായത് ഒരു അസസ്മെന്റ് നമ്മൾ നടത്തണം. അതായത് പ്രധാന പ്രശ്നങ്ങൾ, അസസ്മെന്റ് മീൻസ് എന്താണ്, ക്ലിനിക്കൽ ബേസ് ആണെങ്കിൽ ഒരു പ്രധാന പ്രശ്നം, നിലവിലായുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, ഈ ഒരു ടൈം പീരീഡ് എത്രത്തോളം സമയം ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് ഇത് നീണ്ടുന്നതിന്റെ ദൈർഘ്യത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ മേജർ ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ പോലത്തെ മറ്റുള്ള കാര്യങ്ങളായിരുന്നില്ല, ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെന്റൽ ഡിസോർഡർ മറ്റു ഇയാൾക്ക് നിലവിലുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്ലയന്റ് മാറ്റത്തിന് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാൾ മാറ്റത്തിന് തയ്യാറാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഒരു പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് ഒരു പ്രശ്നം അയാൾ പറഞ്ഞു നമ്മളോട്, പക്ഷെ ആ പ്രശ്നം എങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അയാൾക്ക് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ വന്നു. അപ്പോ ആങ്സൈറ്റി ഉള്ള ആൾക്ക് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അയാൾക്ക് ഇപ്പൊ ആങ്സൈറ്റി ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മോഡൽ CBT ഒക്കെ ആണെങ്കിൽ
ആ മോഡൽ വരയ്ക്കും. RBT ആണെങ്കിൽ അതിൻ്റെതായ രീതികൾ വെച്ചിട്ട് ABCD മോഡലൊക്കെ വെച്ചിട്ട് അയാൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കും. പക്ഷെ ബ്രീഫ് തെറാപ്പി എന്ന അയാൾ പറയാണ് എനിക്കൊരു ആങ്സൈറ്റി ആണ്. അയാളെ കൊണ്ട് ആദ്യം ഇങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത്, ഈ ആങ്സൈറ്റി എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, ഈ ഒരു 2 കാര്യം മാത്രം അയാൾ ചോദിക്കുക. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അത് ഏത് സാഹചര്യത്തിൽ വന്ന് ചോദിക്കാതെ ഈ ഒരു ആങ്സൈറ്റി എന്നാണ് വന്നിട്ടുള്ളത്, എത്രത്തോളം നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു റിലേറ്റഡ് ആയിട്ട് കൂടുതലുമായിട്ട് ആങ്സൈറ്റിയുമായി ടെൻഷൻ ഉണ്ടാക്കാതെ ഇത് മാത്രം ആ ക്ലയന്റിനോട് ചോദിച്ചു ഒരു വർഷത്തിലൂടെ ആ പ്രശ്നം മാത്രം ആങ്സൈറ്റി മാറ്റാൻ എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലായി. എൻഹാൻസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു തെറാപ്പിസ്റ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കാലം എൻഹാൻസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അതായത് ചെറുപ്പകാലം മുതൽ തന്നെ ഇയാൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോ അയാൾക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് ചില അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ കൊണ്ടുപോയാൽ പോരാ, എനിക്ക് ചില മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ വരുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ അതാണ് എൻഹാൻസ്മെന്റ് എക്സ്പീരിയൻസ്. ചൈൽഡ്ഹുഡ് ആയിരിക്കോട്ടെ, ഒരു ട്രോമ ആയിരിക്കോട്ടെ, എന്തും ആയിരിക്കോട്ടെ, പ്രശ്നം എന്തും ആയിക്കോട്ടെ, അയാൾക്കൊരു തോന്നുകയാണ് എനിക്ക് ഈ ഒരു മാറ്റങ്ങൾ വേണം, ആ മാറ്റങ്ങൾ കാരണം എനിക്കൊരു തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട്, എന്നെ കേൾക്കാൻ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആവുക എന്നുള്ളതാണ്. അപ്പോ തെറാപ്പിയിൽ ചിലപ്പോ ഈ പറയുന്ന സമയത്ത് ഈ ഒരു അയാളെ എക്സ്പീരിയൻസ് നമ്മൾ കഴിഞ്ഞ പോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ചെറുപ്പകാലത്ത് ഒരു ഡിപ്രസീവ് ആയിട്ട് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾക്ക് നമ്മൾ ചോദിക്കുക നിങ്ങളെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, നിങ്ങളെ അച്ഛനും അമ്മയും നിങ്ങളുടെ സ്നേഹമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആ ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥയിൽ ജസ്റ്റ് ഒരു മാറ്റം വരുത്താൻ വേണ്ടി. അപ്പൊ അയാൾക്ക് ആ സമയത്ത് എന്താണ്, അയാള് വളരെ ഇമോഷൻസ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇമോഷൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ കൂടുതൽ ദുഃഖമായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവും. ചില സമയത്ത് എന്റെ മാതാപിതാക്കളോട് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിപ്പോയി, ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ പരിഗണന ലൈഫിൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ, അവർക്ക് സ്നേഹവും നിരാശയൊക്കെ ആ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു മിനിറ്റുകൾ, അപ്പൊ അവരോട് പറയാം നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എടുക്കണം. എന്തിനാണ് അതിന് ഡീപ്പായിട്ട് ആ കഴിഞ്ഞു പോയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് അനുഭവിക്കാൻ വേണ്ടി, ആ ഓർമ്മകൾ ഒരു മിനിറ്റ് മാത്രം നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഈ എൻഹാൻസ്മെന്റ് എക്സ്പീരിയൻസ്. പിന്നെ അതേപോലെ തന്നെ ഇൻസൈറ്റി മൊമെന്റുകൾ ഉണ്ടാവും, ഉള്ളിൽ കൊടുക്കുന്ന അനുഭവങ്ങളുമായിട്ട് പിന്നെ നല്ല നല്ല കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കുറെ അനുഭവങ്ങൾ അവർക്ക് ചിലപ്പോൾ ഈ ലൈഫിൽ കൊണ്ടുപോകാനുണ്ടാവും. ചില ആളുകൾക്ക് പാരന്റുമായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞു പോയ അനുഭവങ്ങളാണ്, ചില സമയത്ത് നഷ്ടപ്പെട്ടു പോയത്, അതിനുശേഷം വിഷമമായിട്ട് കടന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ നല്ല അവർ കഴിഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാളെങ്കിൽ ആ നല്ല നല്ല അനുഭവങ്ങളൊക്കെ അവർ പറയുകയാണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പൊ അതേപോലെ തന്നെയാണ് മറ്റൊരു ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ തെറാപ്പിസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മാറ്റത്തിനുള്ള ശ്രമങ്ങൾ. നമ്മൾ പറഞ്ഞു മാറ്റത്തിന് അവർ ശ്രമിക്കുകയാണെങ്കിൽ, അവർക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഒരുപാട് എന്താണ് കുറെ സമയമൊന്നും അവർക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കേണ്ട. അവർ നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വീട്ടിലൊന്നും അടങ്ങി ഹലോ സാർ, ഡിസ്ട്രാക്ഷൻ ഉണ്ട് സാർ, കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ സാർ? കേട്ടൂടാ എന്നൊക്കെ അവര് പറയുകയാണെങ്കിൽ, കാരണം സാർ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല. സാർ ഒന്നുകൂടി പറയണം, പറഞ്ഞത് ക്ലിയർ ആയില്ല. ഓക്കെ സാറ് ഇപ്പൊ ജോയിൻ ആവണ്ട സാറ്, ചെറിയൊരു നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ട്, ഇപ്പൊ ജോയിൻ ആവും.
സോറി ട്ടോ, ഈ ജസ്റ്റ് ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആണ്. സോറി. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? Yes, sir. കേൾക്കാം സാർ. അപ്പോ നമ്മൾ എവിടെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ള എംഫസൈസ് അപ്പോൺ റീഡിങ് ടു ചേഞ്ച് അല്ലേ? അപ്പോ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ മാറ്റങ്ങൾ, അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ കണ്ടുപിടിക്കുക, അവർക്കുമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ മറ്റതിലേക്ക് വരുന്നത് റീഡിങ്നെസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഒരു തെറാപ്പി സെഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ മാറ്റങ്ങൾ, ചേഞ്ചിങ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈഫിൽ എന്താണ് അവർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവർ ലൈഫിൽ ഉണ്ടാകും. പക്ഷെ അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിന് എന്താണ് ചെറിയൊരു ലോങ് ടേം അല്ലാതെ ചെറിയൊരു പിന്നെ ഷോർട്ട് ടേമിലൊക്കെ ആക്കിയിട്ട് എന്താണ് അവർക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോ അതിന്റെ ഒരു അടുത്തത് എംഫസൈസ് ഓൺ ഇമ്പാക്റ്റിലേക്ക് വരുന്ന ഇന്റർവെൻഷന്റെ സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ തമ്മിൽ ഒരു ക്ലയന്റും ഒരു തെറാപ്പിസ്റ്റും ആണെങ്കിൽ എത്രത്തോളം ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിലും അവർ ചിലപ്പോൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുറഞ്ഞ സമയം നമ്മൾ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുകയാണ്, കുറഞ്ഞ സമയം മതി. നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലയന്റ് വില്ലിങ് ആണ്, നമ്മൾ കൊടുക്കാൻ പറയുന്ന കാര്യമൊക്കെ ചെയ്യാൻ തയ്യാറാണ്, മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മോർ ടൈം എന്നതിന് പകരം മോർ ഇമ്പാക്റ്റ് എന്നുള്ളതാക്കിക്കൊണ്ട്, അതായത് ഒരുപാട് സെഷൻ അങ്ങ് കൊടുക്കുക. പല സെഷനിലും നമുക്ക് പല ക്ലയന്റും അല്ലെങ്കിൽ നമ്മളെ ആളുകൾ, നമ്മളെ കൂടെ പഠിക്കുന്ന ആളുകൾ, നമ്മളെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ഒക്കെ നമ്മൾ പറയും, സാറേ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഓർമ്മയില്ല, അപ്പോ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് ഓർമ്മയില്ല, അവർ കുറെ പറയുന്നു, നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്നുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആളുകളിൽ അപ്പൊ നമുക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടാകുന്നതാണ്. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെഷനിൽ നമ്മൾ ചിലപ്പോ നോർമലായ ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ ആണെങ്കിൽ എന്താണ്, നമ്മൾ ജേർണൽ എഴുതിക്കോളാൻ പറയും കുറച്ച് ദിവസത്തേക്ക്, അടുത്ത സെഷൻ വരെ അത് തുടർന്നാൽ മതി. ഇനി ഒരു ആൻസൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ എന്താണ്, നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് പറയും, 4-7-8 അല്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും എന്താണ് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റുള്ള ഒരു ഹൈറാർക്കി ഉണ്ടാക്കി കൊടുക്കാനോ, അതൊക്കെ നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യും. പക്ഷെ ഈ ഒരു സെഷനിൽ വരുന്ന സമയത്ത് ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അവർക്ക് ആ ഒരു തെറാപ്പി ഫസ്റ്റ് സെഷൻ ആണ് അവർ നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷനിലാണ് പ്രശ്നങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിൽ അല്ലെങ്കിൽ ബിഹേവിയർ ആണ് പ്രശ്നം, ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുക. കൂടുതൽ സമയം അവർക്ക് കൊടുക്കണ്ട. നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു മിനിറ്റ് അയാൾക്ക് സമയം കൊടുക്കുക നമ്മൾ അയാൾക്ക് വേണ്ടി. എന്താണ് അയാളെ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം, ആ പ്രശ്നമൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടാക്കി കൊടുക്കുക. അതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് അയാൾക്ക് ആ നിലവിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നം, അതുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണയായിട്ട് ഈ ഒരു തെറാപ്പി സെഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്രീഫ് സൈക്കോ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് പ്രസന്റിങ് പ്രോബ്ലത്തിന്റെ ഈ ഒരു സമയം എന്നുള്ളത്, എത്ര കാലത്തോളം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്, പിന്നെ അതേപോലെ അതിന്റെ തീവ്രത എന്നുള്ളതാണ്. കാരണം എത്ര കാലം ഈ ഒരു പ്രശ്നത്തിൽ അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, അയാൾക്ക് ഈ ഒരു പ്രശ്നം ഈ ഒരു ക്ലയന്റിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി ഒരു ഇൻസൈറ്റ് ക്ലയന്റിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ, കാരണം ഒരു ക്ലയന്റ് ഏതൊരു പ്രശ്നം വന്ന് പറഞ്ഞാലും ആ ക്ലയന്റിന് തന്നെ അല്ലെങ്കിൽ ആ രോഗിക്ക് തന്നെ പറയുകയാണെങ്കിൽ അയാൾക്ക് ആ പ്രശ്നത്തോടുള്ള അയാൾക്ക് തന്നെ തോന്നുന്നത് എന്താണ്, എനിക്കൊരു മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട്, ഇതിന് ചികിത്സിച്ചാൽ മാറും എന്നുള്ള ഒരു ചിന്താഗതി അയാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തെറാപ്പി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഇന്റർപേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അയാൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പുറത്ത് ചിലപ്പോൾ അയാളുടെ ലൈഫിൽ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു പ്രശ്നത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്ന് പറയുക അയാൾക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് ചിലപ്പോ ഉള്ളിൽ കുറെ പ്രയാസങ്ങളുണ്ട്, അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്,
പക്ഷെ അതെനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അയാൾക്ക് ആ ക്ലയന്റിന് അത് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രശ്നത്തിന്റെ ഒരു സങ്കീർണ എന്താണ്. ചിലപ്പോൾ നിലവിൽ അയാളെ അനുഭവിക്കുന്ന പ്രശ്നം ജോബ് ലോസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഒരു ബ്രേക്കപ്പ് ആണോ, കോംപ്ലക്സിറ്റി എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അയാൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ സോഷ്യൽ സപ്പോർട്ട് എന്ന് മീൻസ് അയാളുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അയാൾക്കുണ്ടോ, കൂട്ടുകാരിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ, പിന്നെ അതേപോലെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അയാൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു 6 കാര്യങ്ങൾ ഈ ഒരു തെറാപ്പി സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു തെറാപ്പിയിലേക്ക് MSc റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഒരു സോഷ്യോ ഡെമോഗ്രാഫിക് പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലായിട്ട് അയാളെ പേരും കാര്യങ്ങളും മാത്രം എഴുതുക. എന്നിട്ട് എന്താണ് പ്രസന്റ് പ്രോബ്ലത്തിലേക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വരിക. എന്നിട്ട് അവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ അവിടെ എഴുതുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു മോഡലാണ് പിന്നെ ബ്രീഫ് സൈക്കോ ഡൈനാമിക്കിലുള്ളത്. ഒന്ന് എൻഗേജ്മെന്റ് ആണ്, രണ്ടാമത് ഇന്റർവെൻഷൻ ആണ്, മൂന്നാമത്തത് ടെർമിനേഷൻ എന്ന് പറയുന്നത് അവിടെ കേസ് കഴിഞ്ഞ് അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു, അയാളെ വിടുക എന്നുള്ളതാണ്. അപ്പൊ എൻഗേജ്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരു രോഗി അല്ലെ ക്ലയന്റുമായിട്ട് ഏറ്റവും നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അയാൾ ചോദിക്കാൻ പറ്റുന്നത് കുറേ ചോദ്യങ്ങൾ ഉണ്ട്. എന്താണ്, ഈ ഒരു ബ്രീഫ് തെറാപ്പിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നിലവിൽ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നം തന്നെയാണോ എന്നും നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നത്, ആ പ്രശ്നം എന്താണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, അത് അവരോട് ചോദിക്കാം. ഈ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സെഷൻ അതല്ല. പിന്നെ അവരെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ്, അവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മൾ പുതിയ പുതിയ വഴികൾ തുറന്നു കൊടുക്കുക, അതിലെ മാർഗം നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവെൻഷനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമ്മൾ സഹകരിക്കുക എന്നുള്ളത്, അവരെ സഹായിക്കുക. ഇപ്പോ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരുപാട് ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ട്രെസ് ലെവൽ നേരത്തെ പറഞ്ഞു, ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാൾക്ക് അത് പറയാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അയാൾ പറയാം, നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് എന്ത് തുറന്നു പറയാം, ഞാൻ നിങ്ങൾ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്, ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ എന്നെ കാണണമെന്നില്ല, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളായി ആ രീതി നിങ്ങൾ എന്ത് കാര്യങ്ങളും പറയാം. പക്ഷെ ഈ ഒരു കാര്യം ഇന്റർവെൻഷന്റെ സമയത്ത് വേറൊന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങൾ ഈ സെഷൻ കഴിഞ്ഞാൽ അയാൾ വീട്ടിലെത്തി നമുക്ക് തോന്നുകയാണ്, തെറാപ്പിസ്റ്റിന് തോന്നുകയാണ്, ചില കാര്യങ്ങൾ അയാളോട് ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കാര്യം എനിക്ക് ചിലപ്പോ ഡയറക്റ്റ് ആയി ചോദിക്കാൻ പറ്റിയിട്ടില്ല, ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് തുടക്കക്കാരായ ചില ആളുകളാണെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റുമോ, ചോദിച്ചാൽ അയാൾ എന്ത് ചെയ്യും അല്ല എന്ത് വിചാരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ നമുക്കും ഉണ്ടാവും തുടക്കത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അടുത്ത ഡയറക്റ്റ് ആയിട്ട് ആ ക്ലയന്റിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്ന് അറിയണമുണ്ട്, അത് നിങ്ങൾ ഒന്നുകൂടി പറയാന്നുള്ള ഫോൺ മുഖാന്തരോ ഇപ്പോ ചാറ്റിംഗ് മുഖാന്തരം എങ്ങനെയാണോ നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത്, അത് ഈ ഒരു ഇന്റർവെൻഷൻ ഒരു സെഷനിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെന്താണ്, ഏർലി എക്സ്പീരിയൻസുകൾ, അതായത് മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ അയാൾക്ക് സംഭവിച്ച മുമ്പ് കഴിഞ്ഞുള്ള കാര്യങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പരിഹാരം നമുക്ക് ഏത് രീതിയിലാണ് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ സജഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തത്, ഞാൻ നിങ്ങൾ അതിന് സഹായിക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. ഇനിയിപ്പോ എന്താണ്, ടെർമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോ അവിടെ ഒരു കേസ് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ഏകദേശം ക്ലയന്റ് ഓക്കെ ആണ്. അപ്പൊ ആ സമയത്ത് എന്താണ്, ക്ലയന്റിന്റെ പുരോഗതി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ പുരോഗതി ശ്രദ്ധിക്കുക എന്നാൽ ഈ പറഞ്ഞിട്ട് കൊടുത്തുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ക്ലയന്റ് സ്വതന്ത്രമായി ചിന്തിക്കാൻ തയ്യാറാണോ എന്ന് നമ്മൾ പിന്നെ ചോദിക്കണം. കാരണം ചില മാറ്റങ്ങൾ ക്ലയന്റ് പറയാണ്, ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് അവർ ചില സമയത്ത് ചിലപ്പോൾ പഴയ ആ ഒരു ഇമോഷൻസ് ഒന്നും ആയിരിക്കില്ല, ഫേസ് എക്സ്പ്രഷൻ ഒന്നും ആയിരിക്കില്ല, ചില സന്തോഷം കാണും. അപ്പൊ ആള് കൂടുതലായിട്ടൊന്ന് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ആള് നമ്മളോട് തന്നെ പറയും എനിക്ക് അടുത്ത സെഷൻ ഇന്ന ദിവസം വേണം, അവരെന്നെ ഇങ്ങോട്ട് പറയും. അവിടെയാണ് എന്താണ് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആണ് എന്നുള്ളത്. പിന്നെ മറ്റുള്ള തെറാപ്പികളെ പോലെ തന്നെയാണ് ഓരോ പ്രോസസ്സിങ്ങും കൊണ്ടുപോകേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു തെറാപ്പി ശ്രദ്ധിക്കേണ്ടത് അൺകോൺഷ്യസ് മൈൻഡാണ്. അയാൾ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ അയാൾ എത്രത്തോളം സ്ട്രെസ് ലെവൽ കൂട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം.
പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും നമുക്ക് അതിനെ പറ്റിയിട്ട് എന്താണ് എത്ര നമ്മൾ ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കി കൊടുത്താലും എന്താണ് ഒരു മാറ്റം നമുക്ക് ഈ ഒരു തെറാപ്പിയിലൂടെ ഉണ്ടാക്കാൻ കഴിയില്ല. അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ചില അസംഷൻസ് കൂടി എന്താണ് സവിശേഷതകൾ കൂടി ഇതിനെ ആഡ് ചെയ്യാണ്. അതായത് ഫ്യൂച്ചറിൽ അവർക്ക് നിലവിൽ നടക്കുന്ന അല്ല മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് മനസ്സിലാക്കി നമുക്ക് അറിവുണ്ടെങ്കിൽ അവർക്ക് ആ പോസിറ്റീവ് കാര്യം അയാൾക്ക് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറഞ്ഞു കൊടുത്താൽ അയാൾ ലൈഫിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സാഹചര്യമാണുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് പറഞ്ഞു മനസ്സിലാക്കുക. പിന്നെ എല്ലാ ക്ലയന്റും തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മളും നിങ്ങളും എല്ലാവരും നല്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നമുക്ക് ദൈവം തന്നത്. അപ്പോ ചില നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കാരണമാണ് അവരുടെ കഴിവുകളൊക്കെ മറച്ചു വെക്കുന്നത്. ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നമ്മൾ കണ്ടെത്തണം. അവരെ കോർ ബിലീഫ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ കോർ ബിലീഫിനെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നണം ഞാൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആളാണ്. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഏതൊരു സിറ്റുവേഷന് വന്നു കഴിഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് തന്നെ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോ മറ്റൊരു വശത്ത് ഒരു പ്രശ്നത്തിന്റെ ഒരു വശം കാണിക്കുമ്പോൾ മറ്റൊരു വശത്ത് നെഗറ്റീവ് ആണ്, ഒരു വശത്ത് പോസിറ്റീവ് കാണിക്കണം. ഉദാഹരണങ്ങൾ വെച്ച് തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ആളുകൾക്ക് പിന്നെ ഇതേപോലെ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം അയാൾ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തുകൊണ്ട് അയാൾക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ നിങ്ങളെ മുമ്പ് ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് ഹലോ സാർ, ഓഡിയോ കട്ടായി. നെറ്റിന് ഭയങ്കര ചില പ്രയാസങ്ങളുണ്ട് ഇപ്പൊ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. കേൾക്കുന്നുണ്ട്. സോറി കേട്ടോ, ചെറിയ എന്താ ഒരു പ്രശ്നം, മഴയൊക്കെ പെയ്തത് കൊണ്ടായിരിക്കാം. ഓക്കെ. അപ്പോ നമ്മളെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞു, അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലയന്റ് വന്നാൽ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 1 മിനിറ്റ് അയാൾക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്? ഈ ഒരു തെറാപ്പി ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ പറയാണ് എന്റെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട്. ഞാൻ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്, വളരെയധികം മോശമായിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു വളരെ ഒരു ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രെസ് ലെവൽ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പൊ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറാപ്പിസ്റ്റ് എന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തുടങ്ങുക എന്നുള്ള അയാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് അയാളെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ അയാളോട് ചോദിക്കുന്നത് നിങ്ങളെ പാരന്റ് എങ്ങനെയായിരുന്നു ചോദിച്ച സമയത്താണ് അയാള് 1 മിനിറ്റ് കൊടുത്തു. 1 മിനിറ്റോ 2 മിനിറ്റ് സമയം നമുക്ക് പ്രശ്നമല്ല, എങ്കിൽ പോലും സമയം വളരെ ഷോർട്ടായി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അയാള് എടുത്ത സമയത്ത് അയാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവം ചെറുപ്പകാലത്ത് അയാള് പാരന്റ് എപ്പോഴും അയാളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങളെ മുമ്പ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അയാളൊന്ന് ആലോചിക്കാൻ പറഞ്ഞപ്പോ അയാള് കറക്റ്റ് പോയിട്ടുണ്ടായിരുന്ന അയാളെ പാരന്റ് ഒരു സ്റ്റൈലിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പൊ അയാൾ പറഞ്ഞത് എന്റെ പാരന്റ് ശൈലി പണ്ട് എങ്ങനെയായിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്, ഇനിയിപ്പോ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ ആ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ അയാൾക്കൊന്ന് ചിന്തിക്കുക, അയാളെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാറ്റി. കാരണം നിങ്ങൾക്ക് കിട്ടിയതുപോലെ അല്ല മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങളെ ചുറ്റുപാടുള്ള ആളുകളെ പോലെ അല്ല നിങ്ങളെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്ന ആളുകൾ, നിങ്ങളെ വളർത്തിയ ആളുകൾ എല്ലാവരും ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ആളുകളെ ആയിരിക്കും നിങ്ങൾ ചീത്ത പറയുന്നത്. എപ്പോഴെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഈ ഒരു തെറാപ്പി നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകണം. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ ഈ ഒരു സൈക്കോ ഡൈനാമിക് തെറാപ്പിയിൽ സ്വയം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു
അൺകോൺഷ്യസ് മൈൻഡ് തന്നെയാണ് അവർക്ക് ഉണ്ടാകുന്ന ആ പ്രോസസ്സും കാര്യങ്ങളും ഉള്ളിൽ നടക്കുന്ന ആ ഒരു പ്രസന്റ് ബിഹേവിയറും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എങ്കിൽ നിന്നും അവർ നിലവിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും അയാൾ നേരത്തെ പറഞ്ഞ കേസിൽ വരികയാണെങ്കിൽ ആ ചൂടായ സമയത്ത് ഞാൻ എന്തിനാണ് അവരോട് ദേഷ്യം പിടിക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ പറയാം. അങ്ങനത്തെ കേസ് നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് അവരോട് ദേഷ്യം പിടിക്കുന്നത്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ കുറച്ചൊരു നിമിഷം നിങ്ങൾ അവരോട് ചിന്തിക്കാൻ പറയാം. ആ ക്ലയന്റിനോട് ഏതാണ് ഒരു സിറ്റുവേഷൻ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, വീട്ടിലെ പ്രശ്നം ആയിക്കോട്ടെ, ഫാമിലി ലൈഫിലെ മറ്റു തരത്തിലുള്ള ഈ ഒരു കപ്പിൾസ് തമ്മിലെ പ്രശ്നം, ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് നമ്മളെ മുമ്പിൽ വന്നിട്ട് അവരോട് ചോദിക്കുക, ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്, ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, എന്നെ എന്തുകൊണ്ടാണ് ലൈഫിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു തെറാപ്പിയിൽ ശ്രദ്ധിക്കുക. കാരണം അത് അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കോൺഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുക. അവർ നമ്മളിപ്പോ എന്റെ ലൈഫിൽ പ്രശ്നം നടക്കുന്നു ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കൊരു പ്രശ്നമുള്ളത് എന്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫാമിലിയിലൊരു എന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവൾ അത് റെസ്പോൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഏരിയ ഞാനങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഒരു തെറാപ്പിയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു തെറാപ്പിയുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാധാരണയായിട്ട് പിന്നെ ഓരോ സെഷനിലും നമ്മൾ കാര്യങ്ങൾ ഓരോ എത്ര സെഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ഓരോ സെഷനും കഴിഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുക. മുമ്പത്തെ സെഷൻ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നടന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു, അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, പിന്നെ അതേപോലെ പ്രശ്നങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഇപ്പോൾ നിലവിൽ അതേ പ്രശ്നം തുടരുന്നുണ്ടോ, അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും മാറ്റാനുള്ളത് നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഈ ഒരു തെറാപ്പി സ്വന്തമായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ള തെറാപ്പിയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണം. ഒരു 12-13 സെഷന് മറ്റുള്ള തെറാപ്പികൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോ സെഷനും നമുക്ക് ഒരുപാട് തെറാപ്പിസ്റ്റിന് ഒരുപാട് പണികൾ ഉണ്ടാവും. ആ പണികൾ എന്താണ് ഈ ഒരു തെറാപ്പി ഈ ഒരു സെഷനിൽ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പിക്ക് വേണ്ട എന്നുള്ളതാണ്. അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക, അവരെ പ്രശ്നം അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കുക, അവർക്ക് തന്നെ എവിടുന്നാ വന്നിട്ടുള്ളത് അവരെ കൊണ്ട് ചോദിപ്പിക്കുക, അവരെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഏത് രീതിയിലാണ് വരുന്നത് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാളെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ പ്രശ്നത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകും. അത് അവരെ കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ആള് ഓക്കെ ആവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും നമ്മളടുത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും നമ്മൾ അയാളെ ഒരു 2 മണിക്കൂറോ എത്രമാണ് സമയം അവിടത്തോട്ടെ മോർ ടൈം എന്നുള്ളതാണ്, മോർ ഇമ്പാക്ട് എന്നുള്ള ഒരു വാക്ക് നമ്മൾ എടുക്കും. അയാൾ പൂർണ്ണമായിട്ട് നമ്മളോട് പറഞ്ഞ് അയാൾക്ക് റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കലാണ് അവിടെ. അപ്പൊ അതൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടാവുന്നത് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുന്ന ആൽക്കോഹോൾ അബ്യൂസ്, പിന്നെ ഡ്രഗ് അബ്യൂസ് എന്നുള്ള കുറച്ച് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു തെറാപ്പി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിപ്രഷൻ, റിലേഷൻഷിപ്പ് ഡിഫിക്കൽറ്റി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബ്രേക്കപ്പ്, ഈ ഈറ്റിംഗ് ഡിസോർഡർ പോലെയുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റീസ് പോലെയുള്ള ഇതിലൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. പ്രധാനമായി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് ട്രോമ കേസസ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അബ്യൂസുകൾ. ഇതൊന്നും ഈ ഒരു തെറാപ്പി പറ്റില്ല. അപ്പൊ തന്നെ കാരണം ഈ തെറാപ്പി അവിടെ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവർ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കില്ല അവർ ഫിസിക്കലി ആയിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ആ ഫിസിക്കലി ആയിട്ട് അനുഭവിച്ചിട്ട ആള് അത് പിന്നെ മെന്റലിലേക്ക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു തെറാപ്പി അവിടെ കൊടുത്തിട്ട് കാര്യമില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, തെറാപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഓരോ സെഷനും ക്ലയന്റും ഒരു തെറാപ്പിസ്റ്റും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയി സംസാരിക്കുന്നു. പിന്നെ എല്ലാത്തിനും ക്ലയന്റിന്റെ കുറവുകളൊക്കെ പിന്നെ തെറാപ്പിസ്റ്റ് മനസ്സിലാക്കി ഇന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോവാണ്, നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട ലൈഫ് ഉണ്ടാക്കിയെടുക്കാം. ആ രീതിയിൽ പറഞ്ഞത്. പിന്നെ അവരെ ചൈൽഡ്ഹുഡ് പ്രയാസങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുന്നു. അത് വലിയൊരു പ്രശ്നമാക്കാതെ ചില മാറ്റങ്ങൾ ലൈഫിൽ മാറ്റിയാൽ നിങ്ങൾ ആ ചൈൽഡ്ഹുഡിൽ ആ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് മാറ്റാം. പിന്നെ സാധാരണയായിട്ടൊരു പ്രശ്നം ഒരാളെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് സിംറ്റംസുകൾ ചെറിയ രീതിയിൽ ഓരോരുത്തരുടെ മനസ്സിലും കിടക്കും. ആ രീതിയിലായിരിക്കണം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ ഇതിന് കുറച്ച് വീക്ക്നെസ്സുകൾ ഉണ്ട്. വീക്ക്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിലൊക്കെ നമ്മൾ ഇത് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവരെ മെന്റൽ NPD
അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഈ ആൻസൈറ്റി ലെവലിൽ പോലുള്ള ഹൈ ആയിട്ടുള്ള OCD പോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു OCPD-ലൊക്കെ ആണുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഒന്നും എന്താണ് നമ്മൾ ഈ തെറാപ്പി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വാശി പിടിക്കരുത്. അത് മനസ്സിലായി കൊണ്ടുപോവുക എന്നുള്ളത്. പിന്നെ ഏതൊരു തെറാപ്പി ആണെങ്കിൽ നമ്മൾ പൊതുവെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഏത് തെറാപ്പിയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. കാരണം ഒരു ആദ്യത്തെ സെഷൻ അയാളുമായിട്ട് റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഇയാളെ പ്രശ്നം എന്നതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നണം ഇയാൾക്ക് ഒരു CBT-യോ അല്ലെങ്കിൽ RBT-യോ അല്ലെങ്കിൽ DBT-യോ അല്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലെ പിന്നെ BPT-യോ ഇങ്ങനത്തെ പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് തെറാപ്പി കൊടുക്കേണ്ടത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അത് കാര്യമില്ല. ഒരു തെറാപ്പി നിങ്ങൾ എന്താണ് അതിന്റെ പൂർണ്ണമായും ഡീറ്റെയിൽസും അതിന്റെ സ്ട്രക്ചേർഡ് ആയ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. പിന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെ നമുക്ക് അടുത്ത ആഴ്ചയും ഉണ്ടാവുക. കാരണം സൈക്കോ ഡൈനാമിക് പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തെറാപ്പി നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി നിങ്ങൾ റിലേറ്റഡ് ആവും. അപ്പോൾ അത് അത് 3 കണ്ടന്റുകളാണ്. കോൺഷ്യസ്, സബ് കോൺഷ്യസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ തെറാപ്പി പഠിക്കാണ്ട് നിങ്ങൾ ഒരു കൗൺസിലിംഗ് പോകരുത് എന്നുള്ളതാണ് പൊതുവെ സൈക്കോളജിയിൽ സാധാരണ പറയാറുള്ളത്. സൈക്കോ ഡൈനാമിക് പഠിക്കാത്തവരാരും ഉണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് അത് ചർച്ച ചെയ്യാം. അപ്പൊ അതും പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു ബ്രീഫിന്റെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കേട്ട് നോക്കിയാൽ അറിയാം പൂർണ്ണമായിട്ടും എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ ആണോ എല്ലാരും? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ സർ. ആർക്കെങ്കിലും കേസുകളുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആരെങ്കിലും ഒരു കേസ് പറയാൻ പറ്റുമോ? നമുക്കൊരു ഈ ഒരു തെറാപ്പി എങ്ങനെ ആപ്ലിക്കേഷനിൽ കൊണ്ടുപോകാം. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാം. അല്ലേ, സമയമുണ്ടോ? ഒരു കേസ് ഞാൻ പറയട്ടെ. പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ജസ്റ്റ് ഒരു 1 സിറ്റിംഗ് ഒന്നും ഞാൻ ഇരുന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര മരണഭയമാണ്. മരിക്കും എന്നുള്ള തോന്നലുകൾ ഭയങ്കരമാണ്. അപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. പണ്ട് ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. ഇപ്പൊ ആള് ഭയങ്കര ആങ്സൈറ്റി ഫീലിങ്സിലാണ്. മുഖമൊക്കെ ഭയങ്കര മാറി. പുള്ളി മരണത്തെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. പിന്നെ അതേപോലെ രോഗം വരും, മരിച്ചു പോകും, അങ്ങനെയുള്ള തോന്നലുകൾ. അപ്പൊ ആള് അതിൽ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് വരാൻ അവർക്ക് പറ്റുന്നില്ല. ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ പറ്റുന്നില്ല. മനസ്സൊരു ഭയങ്കരമായിട്ടൊരു ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ റീസൺ നോക്കുന്ന സമയത്ത് വ്യക്തമായ റീസൺസ് ഒന്നും അങ്ങനെ ഒരുപാട് റീസൺസ് ഒന്നും പറയുന്നുമില്ല. എന്താണെന്നുള്ളതിന്റെ കാരണങ്ങളെ കുറിച്ചൊന്നും കൂടുതലങ്ങനെ പോകുന്ന സമയത്തൊന്നും ചെറിയ റീസൺസ് ഇങ്ങനെ പറയുന്നുണ്ടോ എന്നല്ലാതെ ഒരു പർട്ടിക്കുലർ റീസൺസിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തെറാപ്യൂട്ടിക് ലെവൽ വെച്ചിട്ട്? ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട എൻഗേജ്മെന്റ് ആണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എൻഗേജ്മെന്റ് പറയുമ്പോൾ ആഴത്തിലുള്ള ഒരു മരണഭയമാണ് അയാൾക്ക്. അപ്പൊ ആഴത്തിലുള്ള മരണത്തിന് ഭയം ഉള്ള ആൾക്ക് എന്ത് റീസണിന്റെ പേരിലാണ്, എന്തെങ്കിലും ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും അസുഖമോ ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദയാഘാതമായിട്ട് ബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അയാൾക്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഈ മരണത്തോടുള്ള അയാളെ ഈ ഒരു ആഴത്തിലേറിയ ഒരു ഭയം അയാൾക്കുള്ളത് എന്ന് നമ്മൾ ആദ്യം അറിയും. അയാൾക്ക് അതിന്റെ എന്തെങ്കിലും സിംറ്റംസുകൾ ഉണ്ടോ, എന്തുകൊണ്ട് അയാൾ മരണഭയം കൂടുതലുണ്ട്, ഒരു ആങ്സൈറ്റി ലെവൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ചിലപ്പോ ഈ പറഞ്ഞ ഫിസിക്കലി ആയിട്ട് പ്രശ്നം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അയാളെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വിശ്വാസയോഗ്യമായിട്ട് ഒരു ബന്ധം നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അയാളെ കാരണം ഫിസിക്കലി ഏജ് എത്ര അയാൾക്ക്? അങ്ങനെ ഒരു 36-37 ഒക്കെ വരും. ജോലി എന്താണ്? ആള് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇത് എന്ന് മുതലാണ് തുടങ്ങിയിട്ടുണ്ടായ അയാൾക്ക്? ആളൊരു 3 വർഷത്തെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതിന് മുമ്പ് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടോ? അച്ഛനോ അമ്മയോ കുടുംബത്തിൽ നിന്നും അടുത്തുള്ള ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടോ?
എന്തൊക്കെയോ ചെറിയ ചെറിയ റീസൺസുകൾ പറയുന്നുണ്ട്, ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെയോ പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ അറ്റാക്ക് വരുമോ എന്നുള്ള ഒരു കൂടുതൽ ആൾ പറഞ്ഞാൽ മരിച്ചു പോകുമോ എന്നുള്ള അങ്ങനെ പേടി ആയിട്ടാണ് കൂടുതലും പ്രൊജക്ട് ചെയ്തത്. ആങ്സൈറ്റിയാണ് കൂടുതൽ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അയാളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാകും. അടുത്തുള്ള ആരെങ്കിലും പിന്നെ എന്തെങ്കിലും പറഞ്ഞ അസുഖം വന്ന് മരിച്ചു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് എന്താണ് അയാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പിന്നെ പെട്ടെന്നൊരു അറ്റാക്കോ അതേപോലെ എന്തെങ്കിലും അതിൽ സംഭവിച്ചു പോയിട്ട് പേടിച്ചിട്ടുള്ളതായിരിക്കാം. അതിൽ പോലും എന്താണ് ഒരു ആൻസൈറ്റി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം എടുക്കണം. സ്പോട്ടിൽ മതി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കും അതേപോലെ സംഭവിക്കും എന്നുള്ള ആ ഒരു ചിന്ത അയാൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെന്താണ് അയാളുടെ നിലവിൽ അയാൾക്ക് ഈ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള അയാളുടെ അൺകോൺഷ്യസ് ഉള്ളിലുള്ള എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ അറിയണം. അതായത് ഈ ഒരു മരണഭയം ഉള്ള ഒരു ചിന്ത അയാളുടെ ആൻസൈറ്റി ലെവൽ ഉള്ളതെങ്കിൽ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു അസ്വസ്ഥതയ്ക്ക് പിന്നിൽ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കും. ആ കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാരണങ്ങൾ ഓരോന്നോരോന്ന് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ പൂർണ്ണമായിട്ടും അയാളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അയാളെ ഒന്ന് സംസാരിച്ച് നോക്കുക, അയാളെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ്, എപ്പോഴാണ് നിലവിൽ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെന്താണ് എപ്പോഴും എന്താണ് ഒരു മരണം എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മിറാക്കിളോ റിയാലിറ്റി പോലെയാണ്. അതേപോലെ തന്നെ മുമ്പിൽ അയാളെ ഒരു ജോലി ചെയ്യുന്ന കാര്യം കൂടുതൽ പോസിറ്റീവായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ മറ്റു തരത്തിൽ എത്രയോ ആളുകൾ നല്ല രീതിയിൽ ഒരുപാട് കാലം ജീവിച്ചു പോയിട്ടുള്ള ആളുകളെ പറ്റി നമുക്ക് എന്താണ് അയാളോട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അയാൾക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കണമെങ്കിൽ അയാൾ ഉള്ളിൽ നടക്കുന്ന ചിന്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ അത് ആദ്യം തിരിച്ചറിയണം. പിന്നെന്താണ് പരമാവധി എന്താണ് ഒരു മരണത്തെ എന്താണ് നിസ്സാരമാക്കി കാണാൻ അയാളെ പഠിപ്പിക്കണം നമ്മൾ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ചികിത്സയുണ്ട്. ആ ചികിത്സിച്ചെന്താണ് അയാൾക്ക് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു. അത് കാരണം എന്ത് അസുഖം വന്നാലും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ചെറു ട്രീറ്റ്മെന്റിന് എല്ലാ സാഹചര്യവും ഉണ്ട്. ആളുകൾ സഹായിക്കാനുണ്ട്, മറ്റു തരത്തിലുള്ള സപ്പോർട്ടിങ്ങിന് ആളുകളുണ്ട്, വീട്ടിലെ ആളുകളുണ്ട്, എല്ലാത്തിനും ആളുകളുണ്ട്. അതെന്താണ് അയാളെ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരു ആഴ്ചയിൽ എന്താണ് ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും അയാളുടെ ആൻസൈറ്റി ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും ഉണ്ടാക്കുക. 6 ദിവസം. ആദ്യ ദിവസം എനിക്ക് ഇന്നൊരു ദിവസത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ടെൻഷൻ അടിച്ചിട്ടുള്ളത്, അത് അയാളൊരു നമ്മളെ ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കുക. 6 ദിവസം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു ദിവസം നമ്മൾ എന്തിനാ വിട്ടത്, ഇവാലുവേഷൻ നടത്തുക. ഈ ആൻസൈറ്റികളൊക്കെ എൻ്റെ ലൈഫിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ, അത് രണ്ടും എന്താണ് വേർതിരിച്ചിട്ട് അയാളെ കൊണ്ട് എഴുതിപ്പിക്കും. അതിൽ വേർതിരിച്ച് എഴുതിയ ശേഷം ആ ഒരു ആൻസൈറ്റിയുമായിട്ട് ഈ മരണഭയം ഏറ്റവും കണക്റ്റീവ് ആകുന്ന റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടെത്തും. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നല്ലൊരു അസസ്മെന്റ് വേണം എന്നുള്ളത്. ക്ലിനിക്കലായിട്ട് തന്നെ നല്ലൊരു അസസ്മെന്റ് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പൂർണ്ണമായിട്ടൊരു ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുക, ഫിസിക്കലി മെന്റലി ഒക്കെ. അപ്പൊ എന്താണ് അയാൾക്ക് എവിടെ നിന്നാണ് പ്രശ്നമുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്താണ് നിലവിലുള്ള ആ ഒരു ഭയത്തെ മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ പുതിയ കോപ്പിംഗ് സ്ട്രാറ്റജീസ് അയാൾക്ക് ഉണ്ടായി കൊടുക്കുക. നല്ല കാര്യങ്ങൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ പഠിപ്പിക്കുക. ഏറ്റവും നല്ല 4-7-8 തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള. ഇങ്ങനത്തെ ആൻസൈറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താ 4-7-8 5-7-8 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആൻസൈറ്റി ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഹൈറാർക്കി ലിസ്റ്റ് അവരെ കൊണ്ട് തന്നെ എഴുതിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവരെ വേർതിരിച്ച് എഴുതിപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് അയാളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ കേസിൽ നമുക്ക് ഈ ഒരു തെറാപ്പി വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. അതിനെപ്പറ്റി ഒരു അവയർനെസ് അയാൾക്ക് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പ്രോബ്ലം നിൽക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ് എങ്കിൽ നമ്മളിപ്പോ കോൺഷ്യസ് മൈൻഡിൽ ടോക്ക് ചെയ്ത് കഴിഞ്ഞാലും അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ലല്ലോ. കോൺഷ്യസ് മൈൻഡിലുള്ളത് ആ കോൺഷ്യസ് മൈൻഡിൽ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അയാളൊരു പ്രശ്നങ്ങൾ ഈ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളാണ് അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഉള്ളിലുള്ള പ്രശ്നം തന്നെ ആ സ്ട്രെസ് ലെവല് കൂടുതൽ ഹൈ ലെവൽ ആയതുകൊണ്ടാണ് അൺകോൺഷ്യസ് ഉള്ള പ്രശ്നം ചിലപ്പോൾ ഈ പറഞ്ഞ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ നോർമൽ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ അയാൾ ഒന്ന് തുറന്ന് ഓപ്പൺ അപ്പ് ആവുക തന്നെ വേണം. ഇപ്പൊ നോർമൽ ആയിട്ട് ഞാനിപ്പോ എന്റെ മൈൻഡിൽ ഒരുപാട് അൺകോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നു. അപ്പോ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അത് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അതേപോലെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇതേപോലെ വരികയാണ്, നിങ്ങൾ ഓപ്പൺ അപ്പ് ആയി കഴിയണം.
അയാളെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കാൻ, ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, പിന്നെ അത് നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് അയാൾ നല്ല ചിന്തയിൽ എത്തിക്കാം. ഈ ഒരു തെറ്റായിട്ടുള്ള ചിന്തകളാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ലെവൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് മൊത്തത്തിലൊരു ക്ഷീണവും ആൻസൈറ്റിയും കൂടുന്നത് എന്നുള്ളത് അയാൾക്ക് തന്നെ ബോധ്യം ഉണ്ടാവും. ക്ലിയർ ആയി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? ആരാ ചോദിച്ചോ? ദേവി കൃഷ്ണ, പറഞ്ഞോളൂ. സോറി സാർ, നെറ്റ് ഇഷ്യൂ ആയിപ്പോയി ഇവിടെ. ഓക്കെ. സാർ, ഇപ്പൊ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യം നമ്മളിപ്പോ ഒരാൾക്ക് പറയണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ്? പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അയാളെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളത്. അയാൾ പറയാൻ പറ്റുന്നില്ല, അയാളെ കൊണ്ട് എന്താണ് സ്റ്റെപ്പ് ബൈ ആയി ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ അയാൾക്ക് എത്രത്തോളം ഓപ്പൺ ആക്കാൻ പറ്റും നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ ഉണ്ടാക്കാൻ കഴിയണം. അയാളെ പ്രശ്നങ്ങൾ അയാൾക്ക് പറഞ്ഞു തീരുന്നത് എന്നാണ് പറഞ്ഞു തീരുന്നവരെ എന്താണ് നമ്മൾ അയാളെ കൊണ്ട് നടക്കുക എന്നുള്ളത്. അയാൾക്ക് തന്നെ തോന്നണം എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്, എനിക്ക് ആരോട് പറഞ്ഞാൽ മാത്രമേ ഇത് മാറുമെന്നുള്ളത്. അല്ലാതെ നമുക്ക് അയാളെ കുത്തി നോവിച്ചിട്ടും ഓപ്പൺ ആക്കാമെന്നും നിർബന്ധിച്ചൊന്നും ഒരാൾ പറയില്ലല്ലോ. അപ്പൊ അതിന് എന്തൊക്കെയാണ് അയാൾക്ക് കൂടുതലായിട്ട് സോഷ്യലായിട്ട് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും, വീട്ടുകാരുമായിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടാകും. അല്ല, നിലവിൽ അയാളെ കൂടെ ആരാ ഉള്ളത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. പിന്നെ തന്നെ ഈ പറഞ്ഞ ജേർണലിംഗ് ഏറ്റവും ബെസ്റ്റ് ആണ്. അയാളെ കൊണ്ട് സ്വയമായിട്ട് ഒരു ഡെയിലി തോട്ടൊക്കെ അയാളെ കൊണ്ട് എഴുതിപ്പിക്കുക, അല്ല ഡയറി എഴുതിപ്പിക്കുക. കാരണം അയാളുടെ ചിന്തകൾ, ഉള്ളിൽ കിടക്കുന്ന ചിന്തകളൊക്കെ ഒരു പുസ്തകത്തിലേക്ക് പകർത്തി ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ അയാൾക്ക് തോന്നും ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത്. അങ്ങനെയൊക്കെ എന്താണ് നമുക്ക് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതൊക്കെ സ്വയം അയാൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളടുത്ത് വന്ന് പറയും, ഇങ്ങനൊരു പ്രശ്നങ്ങളാണ് എനിക്ക് ഉണ്ടായിരുന്നത്, എനിക്കിപ്പോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, അതിനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ. അല്ലാതെ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡ് ഒന്നും പെട്ടെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞത് കൗൺസിലിംഗ് ഒരു ഡീപ്പായിട്ട് നമ്മൾ കൊടുക്കാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെങ്കിൽ ഏത് അൺകോൺഷ്യസും പൊട്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതേസമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അവര് പറയുന്നത് കുറെ കേട്ടു, അതിനെന്തേ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നാല് അങ്ങനെ ആകുമ്പോൾ അവരെ പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല, അല്ല മനസ്സിലാക്കാൻ കഴിയില്ല. സാർ, ഈ ക്ലയന്റുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇടണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ഏത് ക്ലയന്റ് ആണ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചൂടെ? പറഞ്ഞു കേട്ടിട്ട് അവിടെ നമ്മൾ നിശ്ചയിക്കേണ്ടത് ഏത് ക്ലയന്റ് ആണ് ഡിസ്റ്റൻസ് വേണ്ടതെന്നുള്ളത്. ഞാൻ ചോദിച്ചു ഏത് തരത്തിലുള്ള ക്ലയന്റുകളോടാണ് നമുക്ക് ഡിസ്റ്റൻസ് പാലിക്കേണ്ടത്, നിങ്ങളൊന്ന് പറയും. ഇപ്പോ നിങ്ങള് നിങ്ങളെ മുമ്പിൽ ഞാൻ വരികയാണ്, അപ്പൊ ഞാൻ ഏത് തരത്തിലുള്ള ആളാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ തന്നെ എന്നോട് ഒരു ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്. അപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഞാൻ എന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാ മനസ്സിലിപ്പോ നിങ്ങളോട് പറയോ? ഇല്ലല്ലോ. അതേ സമയത്ത് ഒരു സെഷനിൽ 45 മിനിറ്റ്സ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, ഞാനൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു ഭയങ്കര ദേഷ്യത്തോടെ കൂടി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പാരനോയിഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇയാൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ്, എന്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നാം. കാരണം പാരനോയിഡ് ഒക്കെ വരുന്നത് തന്നെ നമ്മുടെ സംശയത്തോട് കൂടിയായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇവന് എന്നെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവനോട് തുറന്നു പറഞ്ഞ നാട്ടുകാരോട് മൊത്തം പറയും, എന്റെ കാശ് മൊത്തം വാങ്ങിയെടുക്കും. ആ ഒരു ചിന്താഗതി ആയിരിക്കും ഇയാൾ അവർ ചിന്താഗതി, ആ ഒരു ട്രസ്റ്റ് മൈൻഡുമായിട്ടാണ് അവർ നമ്മളെടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ വന്ന ഉടനെ എന്താണ് നമ്മളെ പറ്റിയിട്ട് ഈ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് പോകും. കാരണം ഈ ഒരു സെഷൻ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, ഈ ഒരു തെറാപ്പി ഇങ്ങനെയല്ല, കൗൺസിലിംഗ് ഇങ്ങനെയല്ല വരുന്നത്, പല ഉപദേശം നമുക്ക് തരും. അപ്പൊ എന്താണ് നമുക്ക് തോന്നണം, ഇയാൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളാണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് വേണേൽ പാലിക്കും. അതേ സമയത്ത് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്, കരച്ചിലോട് കരച്ചിൽ, നമ്മളും ദൂരെ അങ്ങോട്ട് മാറിക്കുകയാണ്. എന്താ സംഭവിക്കുക അവിടെ? എന്താ സംഭവിക്കുക? ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ എണീറ്റ് പോകും. നമ്മൾ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ബാക്കി കുറച്ച് കേട്ടിരിക്കും, എന്തെങ്കിലും പറഞ്ഞ് കാശ് വാങ്ങി നമ്മൾ അവിടെ. അതല്ല വേണ്ടത്.
നമുക്ക് ആദ്യത്തെ ഒരു അരമണിക്കൂർ നമ്മൾ പൂർണ്ണമായിട്ട് അവരോട് അടുക്കുക, എന്താ പ്രശ്നം അവരെ കൂടുതൽ ചോദിക്കുക, അവരുടെ ഡീറ്റെയിൽസ്. അതിനാണ് MSc റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഏതൊരു കേസ് നിങ്ങൾ എടുക്കുമ്പോഴും MSc റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വൈറ്റ് പേപ്പർ, അതിന്റെ അതേ പ്രിന്റ് ആയിട്ട് വേണമെന്നില്ല, ഒരു വൈറ്റ് പേപ്പറുമായിട്ട് മുമ്പിലിരിക്കുക. നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അതിന്റെ ഫോർമാറ്റ് കയ്യിൽ വേണമെന്നില്ല. പൂർണ്ണമായിട്ടും ആ ഡീറ്റെയിൽസ് ഒന്നോ രണ്ടോ കേസ് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ പിന്നെ നമ്മളെ മൈൻഡിൽ വരും ആ MSc റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ, അറ്റ്ലാസ്റ്റ് ഇംപ്രഷൻ വരെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ക്ലയന്റിനെ കുറിച്ച് കിട്ടുമല്ലോ. ആ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ക്ലയന്റുമായിട്ട് എത്രത്തോളം അടുക്കാൻ നമുക്ക് ശ്രമിക്കാം, അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും, ഈ കേസ് റെഫർ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ധാരാളം ഹോംവർക്കുകൾ നൽകാമെന്ന് പറഞ്ഞല്ലോ സർ. ആ, ഹോംവർക്കുകളെ കുറിച്ചൊരു ചെറിയൊരു വിവരണം കിട്ടിയാൽ ഉപകാരം. ഹോംവർക്കുകൾ നമ്മൾ എന്താണ്, നമ്മളിപ്പോ ഏതൊരു കൗൺസിലിംഗ് സെഷനുകളും നിങ്ങൾക്ക് എന്താണ് ഹോംവർക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. അത് ക്ലയന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് ആണ്. ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ജേണൽ എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതുമോ? ഇല്ല. അപ്പൊ എന്താണ്, അവരെ കൊണ്ട് ജസ്റ്റ് ആക്ടിവിറ്റീസുകളാണ് നമ്മൾ പുറത്ത് ചെയ്യുക. അവരെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക, വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടപ്പിക്കുക. അതേപോലെ ആങ്സൈറ്റി ഉള്ള ആളാണെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി എന്താണ് ആങ്സൈറ്റി ഉള്ളത്, ഏതൊരു സ്പെസിഫിക് ആയിട്ട് സ്ഥലത്താണ് ആങ്സൈറ്റി ഉള്ളത്, ആ ആങ്സൈറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് തൽക്കാലം അവരെ മാറ്റി കുറച്ചു കാലത്തേക്ക് മാറ്റി നടത്തിപ്പിക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഹോംവർക്കുകൾ, നമ്മൾ ഇന്ന ഹോംവർക്ക് എന്ന് പറയാൻ പറ്റില്ല. കേസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതാണ്. നമുക്ക് അതിനനുസരിച്ചുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്, ഹോംവർക്കുകൾ. പക്ഷെ അതൊക്കെ കൊടുക്കുന്ന അവർ ചെയ്യുന്നുണ്ടോ കൂടി നമ്മൾ അന്വേഷിക്കണം, എന്നാൽ അതൊരു സക്സസീവ് ആവും. വീട്ടിൽ കൊടുക്കാൻ പറ്റിയ പല കേസുകളും ഡിഫറെന്റ് ആയിട്ട് തന്നെ പലതരത്തിലുണ്ട്. ഓക്കെ സാർ, നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അതെ, അതിന്റെ തുടക്കത്തിൽ എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ നിങ്ങൾ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടാവും? ആ, റെക്കോർഡ് ഉണ്ടാവും സാർ, ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിലുണ്ടാവട്ടെ. സാറ് CBT ജോയിൻ ചെയ്തിട്ടുള്ളതല്ലേ? അതെ, CBT-യിലുണ്ട്. CBT-യുടെ 13ാമത്തെ ബാച്ചിൽ നമ്മൾ റെക്കോർഡ് ഇടും കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ വിംബിൾ സൈസോൺ എന്നുള്ള ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിംബിൾ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 15-ലധികം സൈക്കോ തെറാപ്പികൾ നമ്മൾ സാറിന് കീഴിലായിട്ട് എടുത്തിരുന്നു. അതിന്റെ എല്ലാം റെക്കോർഡ് നമ്മുടെ വിംബിൾ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ PPT-യും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ 2 പ്രോഗ്രാമുകളാണ് നമ്മൾ തുടങ്ങുന്നത്. നാളെ തിങ്കളാഴ്ച മുതൽ നമ്മൾ CBT-യുടെ 5 days വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ആദ്യം ഫൗണ്ടേഷൻ ആണ് ആദ്യത്തെ ദിവസം പഠിപ്പിക്കുക. പിന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇതിന് എങ്ങനെയാണ് നമ്മളുടെ CBT അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഈ 5 days കൊണ്ട് നമ്മൾ പഠിപ്പിക്കുക. നമുക്ക് ഏകദേശം 700+ പ്രൊഫഷണൽസ് ഓൾറെഡി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 600 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതേപോലെ തന്നെ CBT നേരത്തെ ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ സാറിന്റെ ക്ലാസ് തന്നെ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ CBT-യുടെ 2 month കോഴ്സ് നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്നത്. അത് ഏപ്രിൽ 14-ാം തീയതി മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. 2 മാസമായിരിക്കും. അതിൽ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ 2 ക്ലാസ്സുകളായിരിക്കും ഇതിനുണ്ടാവുക. മെറ്റീരിയൽസ് ഒക്കെ സാറ് നിങ്ങൾക്കറിയാമല്ലോ, CBT-യുടെ 5 days തന്നെ നമ്മൾ ഏകദേശം 20+ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽസ് 2 മാസത്തെ കോഴ്സിൽ എന്തായിരുന്നാലും അത്യാവശ്യം നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ പറഞ്ഞു സാർ. വീക്കിലി അതോ? അത് വീക്കിലി 2 ക്ലാസ് ആണ് സാർ വരുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക. ഇത് കണ്ടിന്യൂസ്, ഈ 5 days കണ്ടിന്യൂസ് ആയിട്ട്? 5 days കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്ത്. അതെ. അതിന്റെ ഫീ എത്ര പറഞ്ഞു? അതിന് 3000 ആണ്. പിന്നെ നമ്മൾ വിംബിൾ അലൂമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആണ്. അതായത് നേരത്തെ ഏതെങ്കിലും ഒരു കോഴ്സ്
വിംബിൾ അക്കാദമിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. അതായത് 2500 പേ ചെയ്താൽ മതി. ഇപ്പോ നമ്മളതിന്റെ അലുമിനി മെമ്പർ ആയി പോകും. അതെ. ഏത് കോഴ്സ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ന്യൂ അഡ്മിഷൻ ആയിട്ട് വരും. പിന്നെ സെക്കൻഡ് കോഴ്സ് വരുന്ന സമയത്ത് അവർക്ക് ഒരു ഡിസ്കൗണ്ട് എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ CBT മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മെന്റൽ MSCയുടെ ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തമായ തെറാപ്പികൾ ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റിയുടെ ക്ലാസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നതിൽ സന്തോഷം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ആ സെഷൻ കൈകാര്യം ചെയ്ത നിസാർ സാറിനും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.